മനസ്സമാധാനത്തിനായി കുറച്ച് സമയം എന്ന നമ്മുടെ സംഭാഷണ പരമ്പരയിൽ വീണ്ടും നമ്മൾ കാണുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മൾ പല പരിശീലന ക്രമങ്ങളും ഡിസ്കസ് ചെയ്യുകയുണ്ടായി. പ്രധാനമായും ആകുല ചിന്തകളെ അലട്ടാനും മനസ്സിനെ ധൈര്യപ്പെടുത്താനും മനസ്സിന് റിലാക്സേഷൻ കൊണ്ടുവരാനും സർവോപരി മനസ്സിനെ ഊർജ്ജസ്വലമാക്കാനും ഒക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം ഈ പരിശീലന ക്രമങ്ങൾ നമ്മുടെ മനസ്സിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. വളരെ ഒരു ബൃഹത്തായ രീതിയിലല്ല, ചെറിയ ഒരു രീതിയിൽ എന്താണ് ഉള്ളിലെ പ്രവർത്തനം എന്ന് നമ്മൾ കണ്ടു. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ, അതിലൂടെ നമ്മളുടെ പരിശീലന ക്രമങ്ങൾ എങ്ങനെ നമ്മുടെ ബോധ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചില പൊടിക്കൈകളെ കുറിച്ചാണ്. അതായത് നമ്മളെ അലട്ടിയേക്കാവുന്ന ചില സന്ദർഭങ്ങളിലും അല്ലാതെ തന്നെ നമ്മുടെ മനസ്സിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും ചില പ്രത്യേക സിറ്റുവേഷനുകളിൽ മനസ്സിനെ വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാനും സർവോപരി മനസ്സിന് കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്ന ചില പൊടിക്കൈകളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇത് ഓരോന്നോരോന്നായി നമുക്ക് പരിശോധിക്കാം. പൊതുവേ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഡ്യുവൽ ബ്രെയിനാണ് എന്ന് പറയാറുണ്ട്. റൈറ്റ് സൈഡ് ബ്രെയിനും ലെഫ്റ്റ് സൈഡ് ബ്രെയിനും. റൈറ്റ് സൈഡ് ബ്രെയിൻ അറിയപ്പെടുന്നത് ക്രിയേറ്റീവ് ആണ് എന്നുള്ളതാണ്. ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ അറിയപ്പെടുന്നത് ന്യൂമറിക് ആണ് എന്നുള്ളതാണ്. നമ്മൾ രണ്ടും എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മളത് കണക്ക് കൂട്ടിയിട്ടല്ല പറയുന്നത്. സ്പോണ്ടേനിയസ് ആയിട്ട് 4 എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, ന്യൂമറിക്കാണ്. നേരെ മറിച്ച് പുതിയൊരു സംഭവം, ഒരു കഥ എഴുതുക അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതുക, ക്രിയേറ്റീവായിട്ടുള്ള എന്തും പുതിയതായിട്ട് ഇന്നോവേറ്റീവായിട്ട് ചെയ്യുമ്പോൾ റൈറ്റ് ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. ഈ 2 ബ്രെയിനുകളും ഒരുപോലെ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും വിശിഷ്ടമായ പൊസിഷൻ. പക്ഷെ അത് അത്ര എളുപ്പമല്ല. പലർക്കും ന്യൂമറിക്കൽ എബിലിറ്റി കൂടുതലായിരിക്കും, പലർക്കും ക്രിയേറ്റീവ് എബിലിറ്റി കൂടുതലായിരിക്കും. പക്ഷെ രണ്ടും ഒരുപോലെ പ്രവർത്തിക്കുന്ന അതിൻ്റെ പ്രതിഭകൾ വളരെ കുറവായിരിക്കാം. അപ്പോൾ 2 ബ്രെയിനെയും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സസൈസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് തോന്നുക അതെങ്ങനെ, അത് ശരിയാവില്ലല്ലോ, നടക്കില്ലല്ലോ എന്ന് തോന്നാം. പക്ഷേ ഞാനത് ചെയ്ത് കാണിക്കാം. കുറച്ച് നാളത്തെ പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. അസാധ്യമായതല്ല, പക്ഷേ കുറച്ച് എഫർട്ട് വേണ്ടി വരാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു നല്ല പൊസിഷനിൽ ഇരുന്നിട്ട് നമ്മുടെ വലത് കൈ ക്ലോക്ക് വൈസായിട്ട് തിരിക്കുക. ക്ലോക്ക് വൈസ് ഇങ്ങനെ തിരിക്കുക. അതുപോലെ നമ്മുടെ ഇടത് കൈ ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് തിരിക്കുക. അതിനുശേഷം പിന്നെയാണ് നമ്മുടെ ശരിയായിട്ടുള്ള പരിശീലന ക്രമം. വലത് കൈ ക്ലോക്ക് വൈസായും ഇടത് കൈ ആൻറ്റി ക്ലോക്ക് വൈസായും ഒരുമിച്ച് തിരിക്കുക. അവിടെയാണ് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. പലപ്പോഴും നമ്മുടെ ആക്ഷൻ നിന്ന് പോവും, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറിപ്പോവും. അത് അംഗീകരിക്കപ്പെട്ടുള്ളൊരു തത്വമാണ് ഇത് രണ്ടും. കാരണം ഇത് നമ്മുടെ ബോഡിയിലുള്ളത് ക്രോസ് വയറിംഗ് ആണ്, നമ്മുടെ സിസ്റ്റം. ഇപ്പോൾ വലത് കൈ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ബ്രെയിനും, ഇടത് കൈ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ വലത് ബ്രെയിനുമാണ് എക്സസൈസ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കൈയും കൂടെ പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മൾ 2 ബ്രെയിനിനെയും ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷേ നമ്മളുടേതായ ചില പ്രോബ്ലം കൊണ്ട് നമ്മൾ വലത് കൈയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇടത് കൈയിൻ്റെ താളം തെറ്റും, ഇടത് കൈ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വലത് കൈയിൻ്റെ താളം തെറ്റും. ചെയ്ത് നോക്കൂ.
ഇപ്പോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് പ്രോബ്ലം, എന്താണ് ഉണ്ടാകുന്നതെന്ന്. പക്ഷെ നമുക്ക് സാധിക്കും. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. വലത് കൈ ക്ലോക്ക് വൈസ്, ഇടത് കൈ ആൻറ്റി ക്ലോക്ക് വൈസ്, രണ്ടും ഒരുമിച്ച് ഇതാ. ഇപ്പോൾ രണ്ട് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. നമുക്കിത് ഓവർലാപ്പ് ചെയ്യാം, അകത്തി കൊണ്ടുപോകാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. വലത് കൈ ക്ലോക്ക് വൈസും ഇടത് കൈ ആൻറ്റി ക്ലോക്ക് വൈസുമാണ് പ്രവർത്തിക്കുന്നത്. രണ്ടും ഒരു ഡയറക്ഷനിലല്ല, രണ്ടും ആൻറ്റി ക്ലോക്ക് വൈസും അല്ല, ഡിഫറൻ്റാണ്. സി, ഇത് പ്രാക്ടീസ് ചെയ്താൽ കുറച്ച് പ്രാക്ടീസ് വേണ്ടി വരാം. ചിലർക്ക് പെട്ടെന്ന് സാധിക്കും, ചിലർക്ക് കുറച്ചധികം നാൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് സാധ്യമാണ്. ഇതിൻ്റെ ഗുണം രണ്ട് ബ്രെയിനും ആക്ടിവേറ്റ് ആവുകയാണ്. ബോത്ത് ന്യൂമറിക്കൽ മൈൻഡ് ആൻഡ് ക്രിയേറ്റീവ് മൈൻഡ്, അത് രണ്ടും ഒരുമിച്ച് നമ്മൾ എക്സസൈസ് കൊടുക്കുകയാണ്. ഇത് വളരെ നല്ലൊരു എക്സസൈസാണ്. ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ കുറച്ചൊരു ബോറായിട്ട് തോന്നാം, ബുദ്ധിമുട്ടായിട്ട് തോന്നാം, പക്ഷെ പിന്നീട് അത് ശരിയാവും. അതാണ് നമ്മൾ എന്ന് പറയുന്ന ആദ്യത്തെ ക്രിയ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പറയുന്നൊരു ക്രിയ എന്തിനാണെന്ന് വെച്ചാൽ, മിക്കവാറും എല്ലാവരും പറയുന്നൊരു കംപ്ലയിൻ്റാണ്, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പഠിക്കുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴോ കോൺസെൻട്രേഷൻ ലെവൽ ഈസ് വെരി ലോ. നമ്മൾ പല മരുന്നുകളും മേടിച്ച് കഴിക്കാറുണ്ടാവും, പല രീതിയിലും പല പരിശീലന ക്രമങ്ങളും ചെയ്തു നോക്കിയിട്ടുണ്ടാവും. പക്ഷേ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് കണ്ടിട്ടുള്ള ഒരു മെത്തേഡ്, ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് സോഴ്സ്, എനി ലൈറ്റ് സോഴ്സ്, അതുമേലേക്ക് നമ്മൾ ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ആ നോട്ടം ഇമ അടയ്ക്കാതെ എത്ര നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര നേരം ശ്രദ്ധിക്കുക. ചിലപ്പോൾ കുറച്ച് കണ്ണിൽ നിന്ന് വെള്ളം വരാം, അതുകൊണ്ട് ഒരു അപകടമില്ല, വെള്ളം വന്നോട്ടെ. നമുക്ക് എത്ര സമയം അങ്ങനെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും എന്നുള്ളത് ശ്രമിച്ചു നോക്കുക. തീർച്ചയായും കുറച്ച് കഴിയുമ്പോൾ ഇമ അടയട്ടെ. അങ്ങനെ ആ ഒരു പ്രാക്ടീസ് നമ്മൾ ദിവസവും ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇമ അടയ്ക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം കൂടി വരുന്നതാണ്. നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടി വരുന്നുണ്ട്. ആദ്യം 1 മിനിറ്റ് ആണെങ്കിൽ പിന്നെ അത് 1.5 മിനിറ്റായും 2 മിനിറ്റായും ഒക്കെ പലർക്കും പല റേഞ്ചായിരിക്കാം. പക്ഷേ നമുക്ക് ആ സമയം കൂടുതൽ കൊണ്ടുവരാൻ പറ്റും. അതിനനുസരിച്ച് നമ്മളുടെ കോൺസെൻട്രേഷനും കൂടി വരും. മെഴുകുതിരി കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. തീ നമ്മുടെ ദേഹത്തോട്ട് വരാത്ത ഡിസ്റ്റൻസിന് സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ട് മാത്രമേ അങ്ങനെ വയ്ക്കാവൂ. അല്ലെങ്കിൽ വളരെ ലോ വോൾട്ടേജുള്ള ഒരു ബൾബായാൽ പോലും മതി. നമ്മൾ ആ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യണം. കണ്ണിൻ്റെ ലെവലിലായാൽ വളരെ നന്നായി. ഇരിപ്പിന് വലിയ ചേഞ്ചസ് വരാതെ ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, നോക്കിക്കൊണ്ടിരിക്കുക. കണ്ണടയാതെ, ഇമ അടയ്ക്കാതെ. കണ്ണിൽ നിന്ന് വെള്ളം വരട്ടെ, എന്നാലും കണ്ടിന്യൂ ചെയ്യുക. ഇമ അടയുമ്പോൾ അടയട്ടെ. അത് കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. അടുത്ത ഒരു പരിശീലന ക്രമം പൊതുവെ എല്ലാവർക്കും ആവശ്യമുണ്ടെന്നായിരിക്കാം. കാരണം പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പലർക്കും ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, വായിച്ച് പഠിക്കാനുള്ള സ്പീഡ് കുറവാണ്. അല്ലെങ്കിൽ പഠിക്കാൻ മാത്രമല്ല, എന്ത് വായിക്കുകയാണെങ്കിലും അതിന് സ്പീഡ് കുറവാണ്. പൂർണ്ണമായി വായിച്ചു വരുമ്പോൾ ഒത്തിരി സ്ലോ ആവുന്നു. പിന്നെ വായിച്ചു കഴിഞ്ഞാലും അത് മെമ്മറിയിൽ നിൽക്കുന്നില്ല. അങ്ങനെ കുറച്ച് അധികം പേര് തന്നെ അങ്ങനെ കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അവർക്ക് സജസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, സ്പീഡ് റീഡിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അതായത് നമ്മളൊരു പത്രം വായിക്കുകയെന്ന് വിചാരിക്കുക. പത്രം വായിക്കുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഓരോ വരിയും കൃത്യമായി വായിച്ച് ഓരോ അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ വായിച്ചാണ് നമ്മൾ പത്രം വായിക്കുന്നത്. അതിന് പകരം വളരെ സ്പീഡിൽ വരികൾക്കിടയിലൂടെ ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക. എല്ലാ അക്ഷരങ്ങളും വായിക്കാൻ പറ്റില്ല, എല്ലാ പോയിൻ്റുകളും അതിൽ ചിലപ്പോൾ കവർ ചെയ്യില്ല. പക്ഷെ നമ്മൾ ഹൈ സ്പീഡിൽ ഇങ്ങനെ കണ്ണോടിക്കുകയാണ്. സാധാരണ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് പറയും, അതിതല്ല.
റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ പറയാതെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതിനാണ് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുക. ഇതല്ല, നമ്മൾ ഹൈ സ്പീഡിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകുന്നു, മാക്സിമം സ്പീഡിൽ വായിക്കുന്നു. എന്നിട്ട് നമുക്ക് എന്ത് മനസ്സിലായി എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനുശേഷം ഒന്നുകൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഒരു പക്ഷേ അത് പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് അപ്പോഴേക്ക് എത്തിയിരിക്കും. സാധാരണ നമ്മൾ വായിക്കുന്ന രീതി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോ വാക്കും വായിച്ച് അതിൻ്റെ ഒരു ഫ്ലോ അനുസരിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒത്തിരി സമയം അതിനെടുക്കും. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല നമ്മൾ ഈ സ്പീഡ് റീഡിങ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. ഹൈ സ്പീഡിൽ ലൈൻസിൽ കൂടെ പോകുന്നു, അതിൽ നമുക്ക് കിട്ടാനുള്ള പോയിന്റുകളൊക്കെ നമ്മുടെ മനസ്സിൽ പിടിച്ചെടുക്കും. ഒരു സെൻറ്റൻസിൽ ഞാൻ അവിടെ ആയിരുന്നു എന്നുള്ള സെൻറ്റൻസ് ഞാൻ അവിടെ ആയിരുന്നു എന്ന് തന്നെ വായിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ നോട്ടത്തിൽ ഞാനും ആയിരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഞാൻ അവിടെ ആയിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും, കുറേ കാര്യങ്ങൾ വായിക്കാതെ തന്നെ നമ്മുടെ മനസ്സിലോട്ട് കയറി വരും. അങ്ങനെ ആ സ്പീഡ് റീഡിങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദാറ്റ് നമ്മൾ മെമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയെന്നുള്ളത്. ആദ്യം 1-2 ദിവസം കൊണ്ട് കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. ഹൈ സ്പീഡ് റീഡിങ് പ്രാക്ടീസ് ചെയ്താൽ അത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് കിട്ടാനുള്ള ഇൻഫർമേഷൻസൊക്കെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ മനസ്സിലേക്ക് കയറും. അനാവശ്യമായിട്ടുള്ള ഇല്ലസ്ട്രേഷൻസോ കാര്യങ്ങളോ ആലങ്കാരികമായ ഭാഷകളോ ഒന്നും നമ്മൾ സമയം കളയാതെ തന്നെ വേണ്ട പോയിൻറ്റ്സ് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറും. അതൊരു പ്രാക്ടീസായി മാറും. നമുക്ക് എങ്ങനെ വായിക്കണം എന്നുള്ളത് വളരെ യൂസ്ഫുള്ളാണ് ഹൈ സ്പീഡ് റീഡിങ്. അതിൻ്റെ കൂടെ മെമ്മറൈസ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് മിക്കവാറും നമ്മൾ മറന്നു പോകുന്നത് അത് ബ്രെയിൻ മറന്നു പോയിട്ടല്ല, അത് എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്നുള്ളത്, ബ്രെയിനിൻ്റെ സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തിരിച്ചെടുക്കാൻ പറ്റാതെ വരികയാണ്. അപ്പോഴുള്ള നമ്മൾ പറയുന്നത് നാവിൻ്റെ തുമ്പത്തിരിക്കുന്നു, ഇതിപ്പോൾ മറന്നുപോയി, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഞാനിപ്പോൾ പറയാം. ഇതൊക്കെ അത് എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നു അവിടുന്ന് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതിനുള്ള ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറയുന്നത് അതൊരു ഓർമ്മ വയ്ക്കേണ്ട കാര്യങ്ങൾ, എല്ലാം അല്ല, വളരെ പ്രധാനപ്പെട്ട ഓർമ്മ വയ്ക്കേണ്ട കാര്യങ്ങൾ ഒരു സ്റ്റോറി പോലെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വിഷ്വലൈസ് ചെയ്യുക, ഒരു സ്റ്റോറി പോലെ ബിൽഡപ്പ് ചെയ്താൽ നമ്മുടെ തന്നെ മനസ്സിൽ ആ സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 10 കൊല്ലം മുമ്പ് കണ്ട ഫിലിം നമുക്ക് ഓർമ്മയുണ്ടാവും. അതിൻ്റെ പാട്ടും അതിലെ നായകൻ്റെയും നായികയുടെയും ഡ്രസ്സ് പോലും നമുക്ക് ഓർമ്മയുണ്ടാവും, സിറ്റുവേഷൻ ഓർമ്മയുണ്ടാവും. പക്ഷേ 2 ദിവസം മുമ്പ് പഠിച്ച പാഠപുസ്തകം നമുക്ക് ഓർമ്മയുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അത് സ്റ്റോർ ചെയ്തതിൻ്റെയും അത് തിരിച്ചെടുക്കുന്നതിൻ്റെയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഫിലിം നമ്മൾ സ്റ്റോർ ചെയ്തത് ഒരു സ്റ്റോറി ആയിട്ടാണ്, വിഷ്വലൈസ്ഡായിട്ടാണ്. വിഷ്വലൈസേഷൻ വന്നു കഴിഞ്ഞാൽ മറക്കാനുള്ള സാധ്യതയില്ല. സാധാരണ പറയാറുണ്ട്, ഐ വാസ് ടോൾഡ്, ഐ ഫോർഗോട്ട്, ഐ വാസ് ഷോൺ, ഐ റിക്കളക്ട്. വേറൊന്നുമല്ല, എന്നോട് പറഞ്ഞു, ഞാൻ മറന്നുപോയി, എന്നെ കാണിച്ചു, ഞാനത് ഓർക്കുന്നു. ഇതാണ് സിറ്റുവേഷൻ. നമ്മൾ ഓർക്കുന്നത് കൂടുതലാവും വിഷ്വലൈസേഷൻ വരുമ്പോഴാണ്. ഇത് സിനിമ കാണണമെന്നില്ല, നമ്മൾ വായിച്ച ഭാഗങ്ങൾ, ഓർമ്മ വയ്ക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു സ്റ്റോറി പോലെ നമുക്ക് നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. അതിനൊരു ക്രമം നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ തന്നെ ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ട് വിഷ്വലൈസ് ചെയ്യുന്നു. അതിൽ വരേണ്ട ഭാഗങ്ങളെല്ലാം നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നു. വളരെ വളരെ യൂസ്ഫുള്ളായിട്ടൊരു മെത്തേഡാണ്. അതൊരിക്കലും നമ്മളത് മറക്കില്ല. ചില മത്സരങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പാക്കറ്റ് അഴിച്ച് അതിൽ എത്രയോ സാധനങ്ങളുണ്ടാവും, അത് മെമ്മറൈസ് ചെയ്യാൻ പറയും. നമ്മൾ ഓരോന്നായിട്ട് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മളത് ഫെയിലിയർ ആയിരിക്കും. പക്ഷേ ഒരു സ്റ്റോറി പോലെ അത് മെമ്മറൈസ് ചെയ്താൽ നമുക്ക് കുറേ അധികം ഐറ്റംസ് നമുക്ക് പറയാൻ പറ്റും. ഈ രീതി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി
ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ മുമ്പിൽ ഒരു ബണ്ടിൽ കൊണ്ടുവന്ന് കാണിക്കുന്നു. അത് തുറക്കുമ്പോൾ അതിലുള്ളത് ഒരു ബോള്, ഒരു ബാറ്റ്, ഒരു മഷ് കുപ്പി, ഒരു ഡ്രസ്സ്, ഒരു ത്രെഡ്, ചരട്, ഒരു ഹാങ്ങർ, ഒരു സോപ്പ്, ഇതൊക്കെയാണെന്ന് വിചാരിക്കാം. ഇത് ഓരോ ഐറ്റമായിട്ട് നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളെ ഓർക്കാൻ കഴിയുള്ളൂ. കാരണം ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കാണിച്ചു, അല്ലെങ്കിൽ കുറച്ച് സമയം കാണിച്ചു, അവരത് വീണ്ടും അടച്ച് നിങ്ങളോട് ചോദിക്കും എന്തൊക്കെയാണ് ഇതിൽ ഐറ്റംസ്. അവിടെ നമ്മൾ ഈ സ്റ്റോറി ബിൽഡപ്പ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളാണെങ്കിൽ സാധാരണ നിലയ്ക്ക് സ്റ്റോറി ബിൽഡപ്പ് ചെയ്യാവുന്ന ഇങ്ങനെയാണ്. ബാറ്റ് എടുത്ത് ബോളടിച്ചു, ബോൾ ചെന്ന് മഷ് കുപ്പിയിൽ തട്ടി, മഷി ഡ്രസ്സിൽ വീണു, ഡ്രസ്സ് നമ്മൾ ആ സോപ്പിൻ്റെ കട്ടെടുത്ത് കഴുകി, എന്നിട്ട് ത്രെഡ് എടുത്ത് ഒരഴയ്ക്ക് കെട്ടി, ആ കഴുകിയ ഷർട്ട് ഒരു ഹാങ്ങറും ഇട്ട് നമ്മൾ ത്രെഡിൽ കൊളുത്തി ഉണക്കാനിട്ടു. ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നൊരു കഥയാണ്. ഈ കഥയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സാധനം നമ്മൾ വിട്ടുപോകില്ല. കാരണം ബാറ്റ് എടുത്താണ് ബോൾ അടിക്കുന്നത്, ബാറ്റും ബോളും വന്നു, മഷ് കുപ്പിയിൽ കൊണ്ടു, മഷ് കുപ്പി വന്നു, മഷി ഡ്രസ്സിൽ വീണു, ഷർട്ട് വന്നു, അത് കഴുകാൻ നമ്മൾ സോപ്പ് എടുത്തു, സോപ്പ് വന്നു, കഴുകിയപ്പോൾ നമുക്ക് ഉണക്കണം, ത്രെഡ് വന്നു, ത്രെഡിൽ കൊടുത്താൽ ഹാങ്ങർ വന്നു. എല്ലാ ഐറ്റവും നമ്മൾ കവർ ചെയ്തു. അതിന് പകരം നമ്മൾ സോപ്പ്, ബാറ്റ്, ത്രെഡ്, ഷട്ടിൽ, ഇത് അങ്ങനെ ഓർത്താൽ നമുക്കൊന്നും ഓർമ്മ വരില്ല. 4-5 ഐറ്റം, മാക്സിമം 3-4 ഐറ്റം. സ്റ്റോറി ആയാൽ ഇത് മാത്രമല്ല, ഇനി ഈ സ്റ്റോറി നിങ്ങളെപ്പോഴും ഓർക്കും. പലരും ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്, അവരാണ് ആ മത്സരങ്ങളിൽ ജയിക്കാറുള്ളത്. അപ്പോൾ സ്പീഡ് റീഡിങ്ങും മെമ്മറൈസ് ചെയ്യലും ഇതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോക്കിൽ പറഞ്ഞത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ക്രോസ് വയറുള്ള നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ, അത് എനർജൈസ് ചെയ്യാനായിട്ടുള്ള എക്സസൈസ്. 2, നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനുള്ള ക്യാൻഡിൽ ലൈറ്റോ ഓർ വാട്ട് എവർ ലൈറ്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള മെത്തേഡ്. 3, ഹൈ സ്പീഡ് റീഡിങ് ആൻഡ് മെമ്മറൈസിങ്. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനപ്രദമാവും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആയിരിക്കട്ടെ. നമുക്ക് വേറെ ചില ടിപ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.